നമ്മുടെ വാട്ടർ അതോറിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറാണ് അദ്ദേഹം. പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല. അദ്ദേഹം വാങ്ങിച്ചു കൊണ്ടുപോയി. ഞാൻ ഒരാഴ്ച ചോദിച്ചു, സാറേ എങ്ങനെയുണ്ട് റിസൾട്ട്? ഓ, ഒരു റിസൾട്ടും ഇല്ല മനോജ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോണ്ട് വറി, വെള്ളം കുടിക്കുന്നുണ്ടോ? കൃത്യമായിട്ട് കുടിക്കുന്നുണ്ട്. ആ ആ കിടക്കുന്നുണ്ടോ? റിസ്റ്റ് ബാൻഡ് ഉണ്ടോ? റിസ്റ്റ് ബാൻഡ് ഒക്കെ ഉണ്ട്. ഇതാ ഇപ്പം എനിക്ക് വീഡിയോ കോളിൽ വരെ കാണിച്ചു തരാം. നിങ്ങൾ റിസ്റ്റ് ബാൻഡ് എനിക്ക് കാണിച്ചു തന്നു. ഓക്കെ, എവരിത്തിങ് ഓക്കെ. ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യും, ക്ഷമിക്കൊന്ന് അല്ലേ. എന്തായാലും 10 മാസം കഴിയാതെ കൊച്ചു പ്രസവിക്കില്ലല്ലോ അല്ലേ. ഒന്ന് വെയിറ്റ് ചെയ്യാൻ ഒരു സമയമുണ്ട് സാറേ, കുറച്ചും കൂടെ സമയം എടുക്കും, നിങ്ങളുടെ ബോഡിയിലുള്ള ഇതിനനുസരിച്ച് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും ഞാൻ വിളിച്ചു. ഒന്നും മാറ്റമൊന്നും ആയിട്ടില്ല മനോജ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ശരി, ഡോണ്ട് വറി എന്ന് പറഞ്ഞു, സമാധാനപ്പെടുത്തി. കുറച്ച് ദിവസം കഴിയുമ്പോൾ എന്നെ ഇങ്ങോട്ട് വിളിക്കും. എൻ്റെ മനോജ് ഇത് അപാരമായ റിസൾട്ട് കിട്ടി എനിക്ക്, ഞാൻ രാവിലെ ബാറ്റ് കളിക്കാൻ പോവാണ് മറ്റേ ഇല്ലേ. ഒരു കുഴപ്പമില്ല, ഒരു കടപ്പില്ല, എല്ലാം കുറഞ്ഞു പോയിരിക്കുന്നു. വെരിക്കോസിന്റെ വേദന കുറഞ്ഞു. ഇപ്പം ഇതൊക്കെ ഉണങ്ങാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതാ ഒരു ഡോക്ടർ ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വന്നതാ. ഡോക്ടർ സുഹൃത്തുക്കളാ. ഡോക്ടർ വന്നപ്പോൾ ഇദ്ദേഹം കയ്യിൽ കെട്ടിയിരിക്കണ്, കുപ്പി മേശപ്പുറത്ത് വെച്ചിരിക്കണ്. ഇതൊക്കെ കണ്ടപ്പോൾ ഡോക്ടർ ചോദിച്ചു ഇതെന്താണ്? അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഇത് ഇങ്ങനെയാണ്, എനിക്ക് കുറെ മാറ്റം വന്നിട്ടുണ്ട്. ഓ, ഇതൊക്കെ തട്ടിപ്പാണ് എന്റെ ചങ്ങാതി എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് മനോജ്, നമ്പർ തരാം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കിക്കോന്നത്. അങ്ങനെ ഡോക്ടർക്ക് എൻ്റെ നമ്പർ കൊടുത്തു. ഡോക്ടർ എന്നെ വിളിക്കുക. ഡോക്ടറുടേതായ രീതിയിൽ ഉള്ള സയൻസ് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു. ഈ പാവപ്പെട്ട ഞാൻ എന്ത് പറഞ്ഞു, എനിക്കറിയുന്ന സയൻസ് ഞാനും പറഞ്ഞു. അങ്ങനെ ഡോക്ടറും ഞാനെന്ന് വലിയൊരു യുദ്ധം നടന്നു ഫോണിലൂടെ. അവസാനം ഡോക്ടർ പറഞ്ഞു എനിക്കും വേണം ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു. ഡോക്ടറെ കണ്ടിട്ടില്ല, മനസ്സിലായ? ഡോക്ടറെ കണ്ടിട്ടില്ല. ഫോണിലൂടെ തർക്കത്തിനൊടുവിൽ അവസാനം നമ്മുടെ ഡബിൾ പാക്കേജ് നമ്മൾ വൈഫിനും കൂടെ കൊടുക്കുക. വൈഫും ഡോക്ടറാണ്. രണ്ടുപേർക്കും കൂടെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ ക്യാഷ് കമ്പനി അക്കൗണ്ടിലേക്ക് അടപ്പിച്ചുകൊണ്ട് പ്രൊഡക്റ്റ് അവരുടെ വീട്ടിലേക്ക് ഡെലിവറി ചെയ്യിപ്പിച്ചു. ഞാൻ എന്റെ പ്രവർത്തനമായിട്ട് കോഴിക്കോട് ചെന്ന് കുറേ ദിവസം കഴിയുമ്പോൾ ഒരു ദിവസം ഡോക്ടർ വിളിക്കുക, മനോജ് എവിടെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞു കോഴിക്കോടാണുള്ളത്. ഇത് നിന്നെ ഒന്ന് അർജന്റായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. നിങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് പേടിച്ചു, ആകെപ്പാടെ പ്രശ്നം ആയോ തമ്പുരാനെ ഇല്ലേ. ഞാൻ പറഞ്ഞു വേറെ സാറേ, ഞാൻ നാളെ കഴിഞ്ഞ് അവിടെ എറണാകുളത്തെത്തും, മറ്റന്നാൾ തന്നെ താങ്കളെ കാണാൻ വരാം. പിറ്റേ ദിവസം തന്നെ വന്നു. ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ആ ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിൽ പോയിട്ട് ഞാൻ അവിടെ റിസപ്ഷനിൽ പറഞ്ഞു എനിക്ക് ഇന്ന് ഡോക്ടറെ കാണണം. അപ്പോൾ റിസപ്ഷനിൽ ആ കുട്ടി ഡോക്ടറെ ക്യാബിനിലേക്ക് വിളിച്ചു. അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത്ഭുതം എന്ന് പറയട്ടെ, ഡോക്ടർ താഴോട്ട് ഇറങ്ങി വന്നിരിക്കുന്നു. സാധാരണ എല്ലാ ഡോക്ടറും പറയും അയാൾ ഇങ്ങോട്ട് വരാൻ പറയാന്ന് അല്ലേ. ആ ഡോക്ടർ താഴോട്ട് ഇറങ്ങിയിട്ട് വന്നിട്ട് ചോദിച്ചു ആരാ മനോജ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനാണ്. ഇങ്ങനെ കൈ കുപ്പിക്കൊണ്ട് ഞാൻ പറഞ്ഞു സാറേ ഞാനാ മനോജ്. വാ എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൈയും പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ക്യാബിനിലേക്ക് പോയി അദ്ദേഹത്തിന് അവിടെ മുറിക്കകത്തിരുന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മനോജ് ഇത് അപാരമായ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടാ, നമിക്കുന്നു ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ കിട്ടിയ റിസൾട്ടുകൾ പറഞ്ഞു. സാറിന് വൈകുന്നേരം ആകുമ്പോൾ നമ്മുടെ ഭാസ്കരൻ സാറ് പറഞ്ഞ ഒരു ശ്വാസം മുട്ടൽ എന്തായാലും പറയാം അവര് അല്ലെ, ശ്വാസ തടസ്സം അനുഭവം ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കംപ്ലീറ്റ് മാറി. മുട്ടുവേദന മാറി. സോറിയാസിസ് ഉണ്ടായിരുന്നു. സോറിയാസിന് വേണ്ടി ചെവിയും കാണിച്ചു തന്നു. അത്ഭുതം ഇല്ലേ. ഇതിനൊന്നും യാതൊരു മരുന്ന് ഞങ്ങളില്ല. എന്തെങ്കിലും ടാബ്ലറ്റ് എഴുതി കൊടുക്കും, പിന്നെ പറയും ഒന്നും കൂടെ നോക്കാൻ പറയും, പിന്നെ പറയും അത് ചെയ്യാൻ പറയും, പിന്നെ ആൾക്കാർ അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോവാണ് ചെയ്യാറ്. അപ്പോൾ ഇത് എനിക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഇതിന്റെ ഡെമോ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു സാറിന് ഞാൻ ഇതിന്റെ ഒരു ഡെമോ കാണിച്ചു തരാം സാറേ, ഇത് റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യും, റേഡിയേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ടാബ്ലറ്റ് സാറിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ടോ, ആർക്കെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല. എന്നാൽ റേഡിയേഷൻ പോലെ ഇത് പ്രൊട്ടക്ട് ചെയ്യും എൻ്റെ പൊന്നു സാർ. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ മഹാദുരന്തമാണ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിന്റെ ഡെമോ കൂടെ കാണിച്ചു കൊടുത്തപ്പോൾ അത്ഭുതം എന്ന് പറയട്ടെ, അദ്ദേഹം അത്ഭുതപ്പെടുകയും അങ്ങനെ നിരവധി ഡോക്ടേഴ്സിലേക്ക് അദ്ദേഹം എനിക്ക് റെഫർ ചെയ്യുകയും നിരവധി ഡോക്ടേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കുകയും അങ്ങനെ ഏകദേശം 500 ഇപ്പൊ 1000 ആയി എന്ന് തോന്നുന്നു. അത്രയും ഡോക്ടേഴ്സ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും വളരെ നല്ല രീതിയിൽ ഇന്ന് കേരളക്കര അങ്ങോളം ഇങ്ങോളം ജനകീയമായി മാറ്റാനും നമുക്ക് ആത്മാർത്ഥമായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തൻ്റെ ഇടത്തോടെ ഏറ്റെടുക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ഒരു റിസൾട്ടും കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുക. എൻ്റെ വൈഫിന് ആർത്രൈറ്റിസിന്റെ പ്രോബ്ലം വന്നു. കൈവേദന, കാലുവേദന, മുട്ടുവേദന. ഏറ്റവും കേരളത്തിലെ പ്രഗത്ഭനായ ഡോക്ടറാണ് കൽപ്പന ഭക്ഷണായി, എല്ലാവർക്കും അറിയാം. നെട്ടൂർ കെയർ ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ ഡോക്ടർ പറഞ്ഞു ടാബ്ലറ്റ് ഒക്കെ തന്നിട്ട് പറഞ്ഞു നോക്കാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ 5 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെന്നപ്പോൾ നമുക്കൊന്ന് അഡ്മിറ്റ് ആവണമെന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ പ്രീമിയം പ്രൊഡക്റ്റിലേക്ക് ഒന്ന് മാറി എന്നുള്ളത്. പ്രീമിയം പ്രൊഡക്റ്റ് ഒന്ന് വാങ്ങി. സ്ത്രീകളാണ്, അവർ വെള്ളം കൂടി കുറവായിരിക്കും. ഞാൻ പലപ്പോഴും യാത്രയിലാണ്, വെസ്റ്റ് ബാൻഡ് കെട്ടില്ല, വെള്ളം നനയെന്ന് പറഞ്ഞിട്ട് കിച്ചണിലെ ജോലിയാണ്, തുണി അലക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നിർബന്ധിച്ച് അതൊക്കെ കൊടുത്തു. 15-20 ദിവസം കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. നോക്കിയപ്പോൾ എവരിത്തിങ് ഓക്കെ, എല്ലാം ഓക്കെ, ഒരു കംപ്ലൈന്റും ഇല്ല. ഡോക്ടറോട് ചെന്നാൽ പിന്നെ എന്ത് പറയാനേ, എന്നാലും ഒരു MRI കൂടി എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തപ്പോൾ സുഹൃത്തുക്കളെ അതിനകത്ത് യൂട്രസിൽ ഫൈബ്രോയിഡ് ഒരു 6-8 എണ്ണം കൊണ്ട് വലുപ്പം കൂടിയതാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഇനി ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിച്ചു, സ്കാനിങ് ചെയ്തു. അതിന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞു എന്തായാലും പ്രായമൊക്കെ ആയില്ലേ, കൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് കുറച്ചും കൂടെ കഴിയട്ടെ, ഇത്തിരി 1 മാസം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാം സാറേ എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ഗൈനക്കോളജിസ്റ്റ്.
അപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഏകദേശം 1.5 മാസം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നന്നായിട്ട് വെള്ളം കുടിപ്പിച്ചു, നന്നായിട്ട് റെസ്റ്റ് ബാൻഡ് ഉപയോഗിച്ചു. ഞാൻ ലേക്ക് ഷോർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ സ്മിത ജോയ് എന്ന് പറയുന്ന അവിടുത്തെ ഗൈനക്കോളജിയുടെ സർജനാണ്, അവർ ഗൈനക്കോളജിസ്റ്റാണ്. അവരെ അപ്പോയിൻമെന്റ് എടുത്തു. എന്തായാലും ഇനി വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് യൂട്രസ് റിമൂവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ട് ആ ഡോക്ടറുടെ അപ്പോയിൻമെന്റ് എടുത്ത് അവിടെ ചെന്നു. ഞാൻ ഈ കാര്യങ്ങൾ റിസൾട്ട് എല്ലാം റിപ്പോർട്ട് അവിടെ കാണിച്ചു. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഒന്നുമില്ല, ഇതെല്ലാം തന്നെ ചുളുങ്ങിപ്പോയിരിക്കുന്നു, ഒരു സർജറിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ക്യാൻസർ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എന്നാൽ അതും കൂടി ഒന്ന് നടത്തണം എന്ന് പറഞ്ഞു. നമ്മൾ ഇപ്പം തന്നെ അത് നടത്തിക്കൊള്ളാൻ പറഞ്ഞു. ഇങ്ങനെ അത് നടത്തി 10 ദിവസം കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടി. എവരിത്തിങ് ഓക്കെ, നോ പ്രോബ്ലം. അതാണ് അത്ഭുതകരമായ റിസൾട്ട് എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. എന്നാൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് എൻ്റെ 2 കിലോമീറ്റർ അപ്പുറത്ത് ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിനോട് ഞാൻ ഇത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് എനിക്കറിയാം ഭയങ്കര ബ്ലീഡിങ്ങും പ്രോബ്ലമാണ്. അദ്ദേഹത്തോട് ഇത് പറഞ്ഞപ്പോൾ ഇതൊക്കെ എന്താണ് സുമനജെ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അത് മൈൻഡ് ചെയ്തില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയില്ല. ശ്രീനിവാസൻ എന്നാണ് പേര്. അദ്ദേഹം വാങ്ങിച്ചില്ല, ഞാൻ കമ്പൽ ചെയ്യാനും പോയില്ല. എന്നാൽ പാർലമെന്റ് ഇലക്ഷന്റെ തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ വൈഫിനെ നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്തു. 1,80,000 ലിസി ഹോസ്പിറ്റൽ ചെലവായി എന്ന് അദ്ദേഹം വോട്ടർ സ്ലിപ്പ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എന്നോട് പറയുകയുണ്ടായി. മനസ്സിലായ? അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പലരും ഇത് ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാകുന്നില്ലാണ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇത് ഏറ്റെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് ഈ വൈകിയ വേളയിൽ പറയുന്നുള്ളത്. വേറെ